സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളല്ല ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, മദ്യപാനം. മദ്യം ആരോഗ്യത്തിന് ഹാനികരം. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മദ്യപിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. ഓക്കെ, അപ്പോൾ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഉസ്താദ് സ്വർഗത്തിലുള്ള മദ്യപ്പുഴയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ഞാൻ ഇദ്ദേഹത്തിൻ്റെത് വെക്കാൻ കാരണം ഇദ്ദേഹം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഉസ്താദുമാരെ ഒരുപാട് സ്പീച്ച് അല്ലെങ്കിൽ വായിൽ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു മദ്യപ്പുഴയെ കുറിച്ച്, സ്വർഗത്തിലെ മദ്യപ്പുഴ. പക്ഷെ ഇതാണ് എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നിയത്, നിങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാനിതിവിടെ പ്ലേ ചെയ്യാം. അദ്ദേഹത്തിന്റെ ഫേസ് ഞാൻ ബ്ലറാക്കുന്നുണ്ട്, സൗണ്ട് മാത്രം നമുക്ക് കേട്ടാൽ മതിയല്ലോ. ആ സ്വർഗത്തിലുണ്ട് ഇനിയും പുഴകൾ, മിൻ ഖംറിൻ, മദ്യത്തിന്റെ കള്ളിന്റെ പുഴകളും സ്വർഗത്തിലുണ്ട്. ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക്, കുടിക്കുന്നവർക്ക് വല്ലാത്ത രസമാണത് കൊടുക്കുന്നത്. അല്ലാഹു കുടിക്കാൻ മദ്യത്തിന്റെ പുഴ സ്വർഗത്തിൽ. മദ്യം ജീവിച്ചിരിക്കുമ്പോൾ കുടിച്ചാൽ ഹറാമാണ്, അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതത്തിൽ സ്വർഗത്തിൽ മദ്യപ്പുഴ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ്, ഇവിടെയല്ല, നെക്സ്റ്റ് ലൈഫ്, അടുത്ത ജീവിതത്തിൽ അള്ളാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പേടിക്കണ്ട, നാളെ ആഖിറത്തിൽ അത് വിതരണം ചെയ്യപ്പെടും, നമ്മൾ കുടിക്കുക തന്നെ ചെയ്യും. അതായത് മദ്യം ഇവിടെ വിളമ്പുന്നത് നിങ്ങൾ കുടിക്കാൻ പാടില്ല, അത് അവിടെ വിളമ്പും, സ്വർഗത്തിൽ വിളമ്പും എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തും ഇത് സ്വർഗത്തിൽ പബ്ബും വല്ലതും ഉണ്ടാ? ഇപ്പാണ് ഇത്. ദുനിയാവിലെ മദ്യത്തിന് 4 അപകടമുണ്ട്. ഒന്ന് അസ്സകർ, ലഹരി പിടിക്കും. രണ്ടാമത്തത് അസ്സുദാ, തലവേദന എടുക്കും. മൂന്നാമത്തത് അൽ ഖൈ, ഛർദിക്കും. നാലാമത്തത് അൽ ബൗൽ, നിന്ന് മൂത്രമൊഴിക്കുകയാണ്. പാൻറിലൂടെ പെടുത്ത് വിടും. ശരിയാണ്, ഇവിടുത്തെ മദ്യം കുടിച്ച ഇത് മാത്രമല്ല. എന്തിനാണ് ഉസ്താദ് ഇവിടുത്തെ മദ്യത്തിന് ഇത് മാത്രമേ ഒരു എന്താ പറയാ മോശവശമുള്ളൂ എന്ന് പറയുന്നത്? ക്യാൻസർ വരും, ആളുടെ ജീവിതം പോവും. ഇനി ഭാര്യയോ കുട്ടിയോ ഫാമിലിയോ ഉള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവർ അനാഥരാവും. എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് മദ്യപിച്ചിട്ട്. ഉസ്താദ് അത് പറഞ്ഞല്ലേ പഠിപ്പിക്കണ്ടേ? അല്ലാതെ തലവേദനിക്കും, മൂത്രമൊഴിക്കും, കിക്ക് ഉണ്ടാവും എന്നൊക്കെ മാത്രം ഇതാണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഇവിടുത്തെ നാട്ടുകാർ കള്ളു വിളിക്കുന്നത്? എന്താണ് ഉസ്താദ് ബാക്കി പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ? സ്വർഗത്തിലെ മദ്യത്തിന് ലഹരിയുമില്ല, തലവേദനയുമില്ല. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ മദ്യത്തിന് ലഹരിയും ഇല്ല, സ്വർഗത്തിലെ മദ്യത്തിന് തലവേദന ഇല്ല. പിന്നെ മദ്യം എന്ന് പറയണോ? കഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞാൽ പോരെ? കഞ്ഞി ഒഴുകുന്ന പുഴ. അല്ലെങ്കിൽ മദ്യം എന്ന് പറയണ്ട, കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പോരെ? അതായത് ഇവിടുത്തെ മദ്യത്തിനെ ഇങ്ങനെ ഇടിച്ചു കുത്തി തലവേദനയാണ്. അത് ഇടിച്ചു കുത്തലല്ലട്ടാ. ഇവിടുത്തെ മദ്യത്തിൽ ആകെ ഉള്ളത് കുറച്ച് തലവേദനയും മൂത്രമൊഴിക്കാൻ മുട്ടലും കുറച്ച് കിക്കും. അവിടുത്തെ മദ്യത്തിന് അതൊന്നുമില്ല, സൂപ്പർ സാധനം. എന്തിനാ ഉസ്താദെ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? മതത്തിൽ പറഞ്ഞിരിക്കാം, മതത്തിൽ പറയുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. കാരണം ആരും മരിച്ച് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നിട്ട് എഴുതി വെച്ചിട്ടില്ലല്ലോ മദ്യപ്പുഴ ഉണ്ട് എന്നുള്ളത്. ഇനി മദ്യം കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മരിക്കണം ആളുകൾ. ഇവിടെ മദ്യം കുടിക്കാൻ വേണ്ടി അത്ര ചത്ത് കെട്ടികൾ. ഇവിടുന്ന് മദ്യം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു ബാറിലോ ഏതെങ്കിലും ഒരു ബീവറേജിലോ കയറി ഒരു ക്വാർട്ടറോ ഒരു പൈനോ വാങ്ങി കുടിച്ചോട്ടെ. അതിന് മദ്യം കുടിക്കാനായിട്ട് മദ്യം അവിടെ വിളമ്പും, നമുക്ക് അവിടെ ലഭിക്കും എന്നൊക്കെ ഇത്ര സന്തോഷത്തിൽ നമുക്ക് ഇത്രത്തോളം ആളുകളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ക്യൂരിയോസിറ്റിയാ വരിക. മദ്യം കുടിക്കാനുള്ള ഇനി എന്താണെന്ന് നോക്കാനെങ്കിലും ഉള്ള ഒരു ക്യൂരിയോസിറ്റി വരും ആളുകൾക്ക്. സോ ഒരിക്കലും ഈ സാധനം റിലേറ്റ് ചെയ്യാനേ പാടില്ല മതവും മദ്യവും തമ്മിൽ. അത്രയും മോശപ്പെട്ട കാര്യം. ഇത് ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ഹിന്ദു മതത്തിലാണെന്നുണ്ടെങ്കിലും ഈ ശിവന്റെ മറ്റേ കഞ്ചാവ് പോലത്തെ സാധനം വലിക്കുന്നതും അല്ലെങ്കിൽ മറ്റേ സോമപാനം, എന്താ പറയുക, അത് തന്നെ മദ്യസഭകള്. ഇത് ക്രിസ്ത്യാനിസിലാണെന്നുണ്ടെങ്കിൽ യേശുവായി പച്ചവെള്ളം വീഞ്ഞാക്കി. എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളോടും ചുറ്റിപ്പറ്റിയിട്ട് ഈ പറഞ്ഞ കഞ്ചാവും കള്ളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഭൂമിയിലെ മനുഷ്യൻ ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ചാലോ ഇതിന് അഡിക്റ്റ് ആയാലോ ഇല്ലെങ്കിൽ ഇത് ചെയ്താലോ 100-10,000 കുറ്റം. പക്ഷെ സ്വന്തം മതം വിശ്വസിച്ച് ജീവിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മതത്തിലെ നിങ്ങളെ ദൈവങ്ങൾ തന്നെ ഏകദേശം ഇമാതിരി സെറ്റപ്പിലാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്വർഗത്തിലുള്ള സെറ്റപ്പാ പറഞ്ഞു കേൾക്കുന്നത്. വീഞ്ഞു വിളമ്പുന്നത് ബാർ പബ് സെറ്റപ്പാ തോന്നുന്നുണ്ട് അവിടെ. നെക്സ്റ്റ്,
നോക്കൂ, സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. ആണുങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്നും പിഴിഞ്ഞെടുത്ത നീരല്ലാതെ ഇത് റെഡിമെയ്ഡാ, അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുക. അള്ളാഹു കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മദ്യം ഉണ്ടാക്കി, യേശു പച്ചവെള്ളം വീഞ്ഞാക്കി. എന്തോ ഒരു മദ്യരാബ്കാരി രാജാക്കന്മാരോ ദൈവങ്ങളും എന്തുവാണ് ഇതൊക്കെ? സീരിയസ്ലി ഇതൊക്കെ പറയുന്ന നിങ്ങളാണ് ഇവിടുത്തെ മദ്യഷാപ്പുകളും ഇവിടുത്തെ ബീവറേജുകളും അളപ്പിക്കാൻ വേണ്ടിയിട്ട് ബാനറും പിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ ലോഹം ഇട്ടും തലയ്ക്കെട്ട് കെട്ടി മറ്റേ രുദ്രാക്ഷമാല ഇട്ടിട്ട് ബാനറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന മതപണ്ഡിതന്മാരല്ലേ? എന്ത് കാര്യത്തിന്? മദ്യപിക്കാൻ പാടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാ മതത്തിലും പറയണം. മദ്യപാനം എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള പരിപാടിയാണ്. എന്തിനാ അതിന് ഇത്ര മദ്യം 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 എന്ന് പറഞ്ഞ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഒരു യൂസും ഇല്ല. പിന്നെ മനുഷ്യനാണ്, അവൻ തോന്നുന്നത് അവൻ ചെയ്യും. ഏതൊരു മതത്തിന്റെ പേരിലും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ അവനെ നിർത്തിയിട്ട് നിനക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും എന്ന് പറയാൻ അതൊക്കെ ഇല്ലോജിക്കലാണ്. എന്താണെങ്കിലും എനിക്ക് ഈ വീഡിയോ തുടങ്ങിയത് മുതൽ അവസാനം വരെ എൻ്റെ മനസ്സിൽ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഒരു സോങ്, അതിൻ്റെ ആ വിഷ്വൽസ് ആണ് മനസ്സിൽ വന്നത്. അതുകൂടി നിങ്ങൾ കണ്ടോ. സോ ബൈ 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 ബൈ. ഉസ്താദ് പറഞ്ഞ മദ്യപ്പുഴേന്റെയും മദ്യം വിളമ്പുന്നതിന്റെയും മദ്യം ലഭിക്കുന്നതിന്റെയും ഒക്കെ ഒരു വിഷ്വലൈസ്ഡ് കോൺസെപ്റ്റ് നമ്മുടെ ലാലേട്ടന്റെയും മാളച്ചേട്ടന്റെയും എന്താലേ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച പാട്ടും ആ പാട്ടിന്റെ വിഷ്വലൈസേഷൻ